ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഈ അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം അഡാനി ഗ്രൂപ്പിൻ്റെ ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വളരെ പ്രൈസ് വളരെ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് അവരെ മാർക്കറ്റിൽ അവർ കാണുന്ന ഒരു വലിയ പ്രശ്നം വെച്ചാൽ അഡാനിയുടെ നെപ്പിയും സാഗർ അഡാനി അങ്ങനെയുള്ള കുറച്ച് അഡാനി എക്സിക്യൂട്ടീവ്സ് അവർ ഏകദേശം $265 മില്യൺ ബ്രൈബ് ചെയ്തു ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യൽസിന്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഒരു സോളാർ കോൺട്രാക്റ്റ് കിട്ടാനുള്ള ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള സോളാർ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കിട്ടാനുള്ള. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു $2 ബില്യൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആ പവർ പ്ലാന്റ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഡാക്ട്മെൻറ്റ് മാത്രമാണ്, ഒരു കുറ്റാരോപിതം മാത്രമാണ്. ഇത് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് ആർക്കാണ് അപ്പോൾ ഇന്ത്യൻ ഓഫീഷ്യൽസിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഇന്ത്യൻ ഓഫീഷ്യൽസാണ് പൈസ കൊടുത്തത്? ഇന്ത്യൻ ഓഫീഷ്യൽസാണോ ഏതെങ്കിലും പാർട്ടിയുടെ ആൾക്കാർക്കാണോ? ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഓപ്പോസിഷനൊക്കെ വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കും. കാരണം വെച്ചാൽ ഐ എം ഷുവർ ദാറ്റ്. കാരണം അഡാനി മോദിയുമായിട്ടുള്ള കണക്ഷൻസും ഇതൊക്കെ ഓപ്പോസിഷനൊപ്പം പറയുന്നതാണ്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട കാരണം വെച്ചാൽ ഈ അഡാനി ഗ്രൂപ്പ് ഇന്ന് അവർ എന്താണെന്ന് വെച്ചാൽ അവർ ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട് US മാർക്കറ്റിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു ബാഡ് ന്യൂസ് കൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്തെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് കരുതിക്കുട്ടിയ ആൾക്കാർ ഇത് ഈ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി കുറക്കുക, എന്നിട്ട് അവർക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ബോറോ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും ആവശ്യം ക്യാഷ് ഫ്ലോ ആണ്. അവർക്ക് ക്യാഷ് ഫ്ലോ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാർക്കറ്റിൽ നിന്ന് പൈസ ബോറോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് പുതിയ പ്രോജക്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അഡാനീൻ്റെ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സോളാർ പ്രോജക്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ അതല്ല അത് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. ഇന്ത്യൻ്റെ വലിയൊരു പവർ പ്രോജക്ട്സ് ഇനി വരാൻ പോകുന്നതൊക്കെ സോളാറിൽ ചെയ്യുന്ന അഡാനി അത് ചെയ്യാൻ പോകുന്നു. കാരണം ഈ അഡാനി ഗ്രൂപ്പിൻ്റെ 10 ലിസ്റ്റഡ് സ്റ്റോക്ക് എടുക്കുകയെന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 141 ബില്യൺ ഉണ്ടായിരുന്നു. അത് ഈ ലാസ്റ്റ് ട്യൂസ്ഡേയിലുണ്ടായത് അത് 169 ബില്യനാണ്. ഇന്നത് 141 ബില്യൺ അതിൻ്റെ വാല്യൂഷൻ. അപ്പോൾ ഇത്ര ബില്യൺ ഓൾമോസ്റ്റ് 30 മില്യൻ്റെ വാല്യൂഷൻ വൈപ്പ് ഔട്ട് ചെയ്ത് പോയി മാർക്കറ്റിൽ. സോ എൻ്റെ പറഞ്ഞ ഈ പ്രൈസ് അഡാനി പോയിട്ട് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇഫ് യു ഹാവ് ഗട്ട്സ് ടു ബൈ, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.